ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദി വേണ്ട ആശ്രയമേ താൻ, തൻ കരങ്ങൾ കൂടെയുണ്ട്, തൻ വഴികൾ സമ്പൂർണമല്ലോ, ദോഷമായൊന്നും താതൻ ചെയ്യുകില്ലല്ലോ. ഇയ്യോബിന്റെ പുസ്തകം 37 അധ്യായം 21 ഇപ്രകാരം കാണുന്നു: ഇപ്പോൾ ആകാശത്തിൽ വെളിച്ചം ശോഭിക്കുന്നത് കാണുന്നില്ല, എങ്കിലും കാറ്റ് കടന്ന് അതിനെ തെളിവാക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഭാവിയെപ്പറ്റി ഒന്നും കാണാതെ ഇരുളടഞ്ഞ ജീവിത സാഹചര്യമാണെങ്കിൽ അതിൻ്റെ മധ്യത്തിൽ പരിശുദ്ധാത്മാവ് എന്ന കാറ്റ് അതിന്മേൽ അടിക്കുമ്പോൾ ആ കാർമേഘ പടലം പോലെയുള്ള വിഷയങ്ങൾ മാറിപ്പോകാനിടയായിത്തീരും. ഇയ്യോബ് പറയാണ്, ഇപ്പോൾ ആകാശത്തിൽ വെളിച്ചം ശോഭിക്കുന്നത് കാണില്ല. അപ്പോൾ വെളിച്ചം ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരാതിരിക്കാനുള്ള കാരണം സാധാ മേഘമല്ല, കാർമേഘ പടലമാണ്. കാർമേഘത്തിന് ഒരിക്കലും സൂര്യപ്രകാശം നല്ല രീതിയിൽ ശോഭിക്കാൻ അത് ഹല്ലേലൂയ തടസ്സമായി നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇപ്പോൾ ആകാശത്തിൽ വെളിച്ചം ശോഭിക്കുന്നത് കാണുന്നില്ല. ആ കാണാത്തതിൻ്റെ കാരണം കാർമേഘ പടലമാണ്. ചിലരോട് പ്രവചനാത്മാവിൽ ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാവി കാണാതെ ഉള്ള കാർമേഘ പടലമാണെങ്കിൽ പരിശുദ്ധാത്മാവ് എന്ന കാറ്റിനെ വീശാൻ അനുവദിച്ചാൽ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ അത് ഹല്ലേലൂയ ആ അന്ധകാരം മാറി ദൈവിക പ്രകാശം നിങ്ങളുടെ മേൽ ഉദിക്കും. ഹല്ലേലൂയ, അത് ആ ദൈവിക വെളിച്ചം നിങ്ങളുടെ മേൽ വന്നാൽ ഇതുവരെ കാണാത്ത ആത്മമണ്ഡലങ്ങളെ കാണുവാൻ, ഇതുവരെ പ്രാപിച്ചിട്ടില്ലാത്ത ഹല്ലേലൂയ അടുത്ത ആത്മമണ്ഡലങ്ങളുടെ തരങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ദൈവം വെളിപ്പെടുത്തുവാനിടയായിത്തീരും. പരിശുദ്ധാത്മാവെന്ന കാറ്റ് നിങ്ങളുടെ മേൽ അടിക്കുമ്പോൾ നിങ്ങൾ അസാധാരണക്കാരാകും. ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തി 2 അധ്യായം വായിക്കുമ്പോൾ, കൊടിയ കാറ്റടിക്കുന്ന പോലെ പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അവരുടെ മേൽ വന്നു, ഓരോരുത്തരുടെ മേൽ പതിച്ചു, അവർ അന്യഭാഷകൾ സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെയെങ്കിൽ കൊടിയ കാറ്റടിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നാൽ, ഒരു വാക്കിന് പോലും വിലയില്ലായിരുന്ന പത്രോസിൻ്റെ നിഴലിന് പോലും വിലയുണ്ടായത് തൻ്റെ മേൽ വ്യാപരിച്ച അഭിഷേകമാണ്. അഭിഷേകം നിങ്ങളെ വ്യത്യസ്തരാക്കും. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ ചെയ്യുവാൻ കഴിയും. ഈ ദൈവം ഇന്നും എന്നേക്കും നമ്മുടെ ദൈവമാണ്. അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. പരിശുദ്ധാത്മാവ് നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആ ജീവിതത്തിൽ ഒന്നുമില്ലെങ്കിലും പരിശുദ്ധാത്മാവ് നിങ്ങൾക്കുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ദുഃഖങ്ങളെ തകർക്കുന്നതാണ് അഭിഷേകം. അന്യായ ബന്ധനങ്ങളെ തകർക്കുന്നതാണ് അഭിഷേകം. ആ അഭിഷേകം നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങളെ ആർക്കും തോൽപ്പിക്കാൻ കഴിയത്തില്ല. ജയകരമായ ജീവിതം നയിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.